തോമച്ചനാണേ, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോയാണ്, ഒരു ചെറിയ ടിപ്പാണ്. നമ്മൾ ചന്തയിലൊക്കെ പോയി പോത്തുകുട്ടികൾ വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളൊരു ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളർത്തി ശീലമുള്ളവർക്കൊന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ആദ്യമായിട്ട് ഇത് ലാഭമുള്ള ഒരു ബിസിനസ്സാണെന്ന് കരുതി ഇറങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്പാണ്. ചന്തയിൽ നമ്മൾ പോത്തിന് കിട്ടുന്ന ചന്തകൾ ഒത്തിരി പല സ്ഥലങ്ങളിലും ഉണ്ട്. അവിടെ നമ്മളിത് വന്നെന്നറിഞ്ഞ് രാവിലെ തന്നെ നമ്മൾ ചെല്ലുന്നു, പോത്തിനെ നല്ലതിന് നോക്കി എടുത്തുകൊണ്ട് പോരുന്നു. കൂടെ പോത്തിനെ പറ്റി പരിചയമുള്ള ഒരാളെ കൊണ്ടുപോയാൽ ഈ റിസ്ക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഒത്തിരി പേര് തന്നെ പോയി വാങ്ങിക്കുന്നവരുണ്ട്, അത്യാവശ്യം ആ ഓരോരുത്തർ പറയണത് കേട്ടുമൊക്കെ. അങ്ങനെയുള്ളവർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഒത്തിരി കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എന്ത് എമൗണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത്, ആ എമൗണ്ടിന് അത്യാവശ്യം നല്ലൊരു കുട്ടിയെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കുട്ടികളുടെ മേത്തി മുറിവ് പാടുകൾ അങ്ങനെയുള്ളതിനെയൊക്കെ ഒഴിവാക്കി വിടുക. അതുപോലെ ഈ കുട്ടികൾ പൊതുവെ നോക്കുന്നതിൻ്റെ തലയുടെ വലിപ്പം, വാലിൻ്റെ നീട്ടം, കാലുകൾക്ക് നല്ല ബലമുള്ള കാലുകൾ എന്ന് പറഞ്ഞാൽ വലിയ സൈസ് വണ്ണമുള്ള പോത്താണ് ഈ കാലുകൾക്ക് താങ്ങാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ തൊലി ഒന്ന് വലിച്ചു നോക്കണം. ഒത്തിരി വലിയുന്ന തൊലിയുള്ള പോത്തുകുട്ടികൾ നല്ലതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ മാംസം കയറാൻ ഉള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പോത്തുകുട്ടികൾ വലുതാകും എന്നുള്ളതാണ്. അതുപോലെ കാലിൻ്റെ പുറലത്തെ രണ്ട് കാലിൻ്റെ മുകളിൽ രണ്ട് എല്ലാം ഉണ്ടാവും. ആ വാലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് നല്ല വീതിയിലുള്ളതായിരിക്കണം, അടുത്തിരിക്കുന്നതാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് പോത്തുകുട്ടീനെ അടുപ്പിച്ചിങ്ങനെ ഒത്തിരി പോത്തുകുട്ടികളെ കെട്ടിയിട്ടേക്കുമായിരിക്കും. നമ്മൾ അതിനെ വാങ്ങിക്കുമ്പോൾ ഈ പോത്തുകുട്ടികൾക്ക് എന്തെങ്കിലും കേടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ചൊന്ന് നടത്തി നോക്കുക, കുറച്ച് ദൂരം ഒന്ന് നടത്തുക. അപ്പോൾ അതിന് നടക്കുമ്പോൾ ചട്ടോ വീഴാൻ പോവുക വെച്ച് പോവുക അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ വീട്ടിൽ കൊണ്ടെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് നമ്മൾ വീട്ടിൽ പശുവോ ആടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 1-2 ആഴ്ചത്തേക്ക് അവരുടെ കൂടെ കെട്ടുകയോ അവർക്ക് വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ ഇവർക്ക് വെള്ളം കൊടുക്കുകയൊന്നും ചെയ്യരുത്. എന്തെങ്കിലും പകർച്ചവ്യാധികളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈ മറ്റുള്ള മൃഗങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബേസിക്കായിട്ടുള്ള കാര്യമാണ്. ആദ്യം